2026 UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസിനും UDFിലെ ഘടകകക്ഷികൾക്കുമൊക്കെ ഒരു അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ചില അവസരങ്ങളിൽ ഈ ഗ്രാഫ് താഴേക്ക് വരും, ചില സമയങ്ങളിൽ ഇതിന് മാറ്റവും സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് UDF തന്നെയായിരിക്കും 2026 വരുന്നത് എന്ന് പലരും കണക്ക് കൂട്ടുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും. UDF അധികാരത്തിൽ വരുന്നു എങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ കോൺഗ്രസ് മാത്രമല്ല, UDFിലെ ഘടകകക്ഷികൾക്കുമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ്, ഇനിയും MP മാരാരുമില്ലാത്ത CMB ആയാലും ഫോർവേഡ് ബ്ലോക്ക് ആയാലും RSP, ഇവർക്കൊക്കെ തന്നെ പങ്കുണ്ട് എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. അതായത് ഘടകകക്ഷികൾ ഏതെല്ലാം സ്ഥാനാർത്ഥികളെയാണ് എവിടെയെല്ലാം നിർത്തുന്നു, സീറ്റ് വിഭജനം കഴിയുമ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പോലും കോൺഗ്രസും ഇടപെടുകയാണ്. കാരണം വിജയ ഉറപ്പായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രം അത് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഘടകകക്ഷികളിൽ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുന്നു എന്നുള്ള ഒരു ലിസ്റ്റ് പോലും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ പല സീറ്റുകളും വെച്ചു മാറുന്നതിലും കോൺഗ്രസും ലീഗും തമ്മിലൊക്കെ തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അവസരത്തിൽ നിലവിൽ ഒരു സീറ്റുമില്ലാത്ത RSP, പക്ഷെ ഒരു MP സ്ഥാനം അവർക്കുണ്ട്. ആ MP സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനവും ഒരു MP-യുമാണ് കേരളത്തിനുള്ളത്. ഇന്ത്യയിലെ മികച്ച 15 പാർലമെന്റേറിയന്മാരെ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഒരാളാണ് കേരളത്തിൽ നിന്നുള്ള കൊല്ലം MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രൻ. ഇത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഇക്കാര്യത്തിനകത്ത് ഒരെതിരഭിപ്രായവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. 2014-ലും 2019-ലും മൂന്നാം തവണ 2024-ലും ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടാണ് NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് ഉജ്ജ്വല വിജയം നേടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം കൊല്ലത്തുമുണ്ട്. അത് തിരിച്ചും കൊല്ലം നിവാസികൾക്ക് പ്രേമചന്ദ്രൻ കൊടുത്തിട്ടുണ്ട്. മറിച്ച് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലേക്ക് വരണം. ഓരോ തവണയും ഭൂരിപക്ഷം 2016-ലും 2021-ലും കുറച്ച് 2026 തോൽപ്പിക്കാൻ വേണ്ടി കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാർ കാത്തിരിക്കുകയാണ് അവിടുത്തെ MLA ആയ മുകേഷിനെ. അപ്പൊ ഈ രണ്ടുപേരെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. NK പ്രേമചന്ദ്രൻ RSPയുടെ പാർട്ടിയിൽ നിന്നാണ് MP സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, പ്രധാനമന്ത്രിക്ക് പ്രത്യേക വാത്സല്യമുള്ള ആൾ പ്രധാനമന്ത്രിയുമായിട്ട് ഒന്നിച്ചിരുന്ന് ക്യാൻറ്റീനിലിരുന്ന് ചായ കുടിക്കുന്നു. പ്രേമചന്ദ്രന്റെ പ്രസംഗം കേൾക്കാൻ നരേന്ദ്രമോദി കാതോർത്തിരിക്കുന്നു. ഇങ്ങനെ വലിയ അടുപ്പം തന്നെയുണ്ട്. UN സഭയിൽ പ്രേമചന്ദ്രൻ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDFന് ഉജ്ജ്വല വിജയം നേടാൻ കഴിയും. ആ വിജയം നേടാൻ കഴിയുന്നതിൻ്റെ പിന്നിലുള്ള ആള് NK പ്രേമചന്ദ്രനായിരിക്കും. അതുകൊണ്ട് തന്നെ RSP ഇപ്പോൾ UDFനോട് അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്, കൊല്ലം നിയമസഭാ മണ്ഡലം RSPക്ക് തരണം. ഇവർക്ക് 5 മണ്ഡലങ്ങൾ കൊടുക്കാറുണ്ട്. 2021-ലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ചവറ, കുന്നത്തൂർ, ഇരവിപുരം, ആറ്റിങ്ങൽ, മട്ടന്നൂര്. ഇതില് ആറ്റിങ്ങലും മട്ടന്നൂരും ഒരു കാരണവശാലും RSPക്ക് യാതൊരു തരത്തിലുള്ള മേൽവിലാസവും ഇല്ലാത്ത ഇടമാണ്. അത് കോൺഗ്രസിനും അറിയാൻ നന്നായിട്ട്.
കാരണം ആറ്റിങ്ങലിലാണെങ്കിൽ ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോഴാണ് അത് അടൂർ പ്രകാശ് വിജയിച്ചു വന്നത്. അത് മൊത്തത്തിലുണ്ടായ UDF തരംഗവും കൂടിയാണ്. മട്ടന്നൂർ എന്ന് പറയുന്നത് CPM-ന്റെ പാർട്ടി ഗ്രാമം തന്നെയാണത്. അവിടെ EP ജയരാജന് ശേഷം 2021 മത്സരിക്കുന്നത് KK ശൈലജയാണ്. KK ശൈലജയ്ക്ക് ഏതാണ്ട് 60,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണുള്ളത്. മട്ടന്നൂർ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടയ്ക്ക് കോൺഗ്രസിന് ഒരു അല്പം സീറ്റ് വർധനമൊക്കെ ഉണ്ടായി, ഒരു അനുകൂല തരംഗമുണ്ടായി. പക്ഷെ ഒരിക്കലും RSPക്ക് അവിടെ ഇടം പിടിക്കാൻ കഴിയാത്തതാണ്. പിന്നെ എന്തിനാണ് ഈ 2 മണ്ഡലങ്ങൾ തരുന്നത് എന്നാണ് പാർട്ടി ചോദിക്കുന്നത്. മറ്റ് 3 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ചവറയും കുന്നത്തൂറും ഇരവിപുരവുമാണ്. RSPക്ക് ഒരു പ്രതാപകാലമുണ്ട്. ആന മെലിഞ്ഞു എന്ന് വിചാരിച്ച് തൊഴുത്തിൽ കെട്ടരുതല്ലോ. എത്ര പ്രഗത്ഭന്മാരുണ്ടായിരുന്നതാണ്. ശ്രീകണ്ഠൻ നായർ, പങ്കജാക്ഷൻ, ബേബി ജോൺ, TK ദിവാകരന്റെ മകനായ ബാബു ദിവാകരൻ, ഇപ്പോൾ ബേബി ജോണിന്റെ മകനായ ഷിബു ബേബി ജോൺ, RS ഉണ്ണി ഇരവിപുരത്ത് നിന്ന് സ്ഥിരമായി ജയിച്ചു വരുന്ന ആളായിരുന്നു. അങ്ങനെ പ്രഗത്ഭന്മാരുടെ ഒരു നീണ്ട നിര. കൊല്ലം എന്ന് പറയുന്നത് അവരുടേതാണ്. ഇപ്പൊ കേരള കോൺഗ്രസിന് കോട്ടയം തട്ടകം, അതുപോലെയാണ് RSPക്ക്. ഇപ്പോൾ നമ്മൾ പരിഹസിച്ച് പറയും ചവറ മുതൽ ചവറ വരെ ആയിട്ട് നിൽക്കുന്നു എന്ന്. പക്ഷേ ഇവർക്ക് കൊല്ലം മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് ഓർക്കണം. കാരണം 1970 മുതൽ 87 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ RSP ആണ് കൊല്ലത്ത് നിന്ന് തുടർച്ചയായി ജയിച്ചത്. 91 RSP വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ കടവൂർ ശിവദാസൻ വിജയിച്ചു. പിന്നെ 96-ലും 2001-ലും പാർട്ടിക്ക് വിജയം ആവർത്തിക്കാനായി. പാർട്ടിയിലെ ഭിന്നതകൾക്കിടയിൽ 2006-ൽ പാർട്ടിയുടെ ഒരു ഭാഗം ഇടതുപക്ഷത്തായിരുന്നപ്പോൾ CPM-ലെ PK ഗുരുദാസനാണ് വിജയിച്ചത്. 2016-ലാണ് PK ഗുരുദാസനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ മുകേഷിനെ കൊണ്ടുവരുന്നത്. അതോടുകൂടി കൊല്ലത്ത് CPM-ന്റെ അടിത്തറ തന്നെ ഇളകുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ തിരിച്ചടി അവർക്കിപ്പോൾ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ RSP ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് ഷിബു ബേബി ജോണിനെ മത്സരിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ചവറയിലാണ്. ഈ NK പ്രേമചന്ദ്രന് കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരു പക്ഷേ താല്പര്യമുണ്ടെങ്കിൽ അത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനാണ്. കോൺഗ്രസ് വലിയ കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഇടമാണ് കൊല്ലം. കാരണം മുകേഷിന്റെ വളരെ മോശമായ പ്രകടനം കൊണ്ട് അവിടെ CPM-നും ഒക്കെ തന്നെ വലിയ ക്ഷതമേറ്റിരിക്കുകയാണ്. ആ അവസരം മുതലാക്കാനാണ് കോൺഗ്രസ് കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി കുണ്ടറയിൽ നിന്ന് PC വിഷ്ണുനാഥിന് കൊല്ലത്ത് കൊണ്ട് മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണനായിരിക്കും ഒരുപക്ഷെ അവിടെ മത്സരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും വലിയ അധ്വാനമില്ലാതെ കൊല്ലം മണ്ഡലം കോൺഗ്രസിന് പിടിച്ചെടുക്കാവുന്ന ഒരു കണക്കുകൂട്ടലുണ്ട്. നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതി. ആ സാഹചര്യമാണ് മുകേഷ് ഉണ്ടാക്കി വെച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ RSP അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. വേറൊരു കാര്യം ആലോചിക്കണം. കൊല്ലം ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ UDFന് വിജയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് NK പ്രേമചന്ദ്രന് തന്നെയാണ്. NK പ്രേമചന്ദ്രൻ 2014 മുതൽ വളർത്തിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചിട്ടുള്ള ഒന്നാണ് കൊല്ലം. ആ കൊല്ലം RSPക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. മറിച്ച് ഈ മട്ടന്നൂരും ആറ്റിങ്ങലും നിങ്ങൾ മാറ്റിപ്പിടിക്കുക. ചവറയും കുന്നത്തൂരും ഇരവിപുരവും കൊല്ലവും കൊടുക്കുക. അതാണ് വേണ്ടത്. അപ്പൊ അതിലൂടെ പ്രേമചന്ദ്രന്റെ ഒരു MP എന്നുള്ള മികച്ച പ്രകടനത്തിലൂടെ ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും. UDFന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാനും കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.